ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു പുതിയൊരു ടൈപ്പ് ഓഫ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇതുവരെ ഞാൻ കൈകടത്താത്തൊരു മേഖലയാണിത്. ഓൺ വോയിസ് ആയിട്ട് നമ്മൾ ഒന്ന് സംസാരിക്കുക, നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുക എന്നുള്ളത്. അതും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഓൺ വോയിസും ചെയ്തിട്ടുണ്ട്, പക്ഷെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു രണ്ട് കാരണങ്ങളുണ്ട് ചെയ്യാനായിട്ട്. പക്ഷെ അതെന്താണെന്ന് ഞാൻ പറയാം, പോകുന്ന വഴി പറയാം. ഇത് എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് കേട്ടോ. ആ ഇൻസിഡന്റ് എന്നെ ഭയങ്കരമായിട്ട് എന്നെ ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുക. എനിക്കിത് ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നു, മൂവ് ഓൺ ചെയ്യേ, പറയേ, നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാം എന്നുള്ളൊരു ഇത് എനിക്കിങ്ങനെ ഒരു കോൺഫിഡൻസ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ് കേട്ടോ. ഒന്നുമല്ല, ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യം ഞാൻ ഈ പറയുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കോ ഒന്നും ഓർമ്മയുണ്ടാവാൻ ഒരു വഴിയുമില്ല. കാരണം ഇത്രയും വർഷമായി. മാത്രമല്ല, ഇതൊന്നും ആരും അങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഇത് മനസ്സിൽ കൊണ്ട് നടന്നു എന്നുള്ളതിന്റെ റീസൺ ഞാൻ പറയാട്ടോ. നമുക്ക് ആ സമയത്ത് സ്കോളർഷിപ്പ് കിട്ടുന്നൊരു ടൈം ഉണ്ടല്ലോ. സ്കോളർഷിപ്പിന്റെ ഒക്കെ ഒരു നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്കോളർഷിപ്പ് ഉണ്ടാവുമല്ലോ. അപ്പം അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം എനിക്ക് പറയാൻ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ സ്കോളർഷിപ്പ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒതുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്കോളർഷിപ്പ്, ആ സ്കോളർഷിപ്പ് എനിക്കും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ റേഷൻ കാർഡാണ് നമ്മൾ അതിന് സ്കൂളിൽ ഏൽപ്പിക്കേണ്ടത്. അപ്പോൾ ഇത് സ്കൂളിൽ നിന്ന് പറഞ്ഞു, നമ്മൾ പുതിയ സ്കൂളുമാണ്. 8th 9th 10th ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അതൊന്നും സ്കൂളിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുവരണം എന്നുള്ളത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാനത് മറന്നുപോയി. ആ സമയത്ത് ഏകദേശം ഒരു 10-16 വയസ്സ് കിട്ടോ. പക്ഷെ അത് മറന്നുപോയി. ഞാൻ പറഞ്ഞ കാര്യം അത് മറന്നുപോയി. നമ്മൾ എടുത്തില്ല, വീട്ടിൽ നിന്ന് റേഷൻ കാർഡ് കൊണ്ടുവന്നില്ല. അപ്പോൾ ഈ സംഭവം വെച്ചാൽ ഇത് കൊണ്ടുവരാതെ ഞാൻ വന്നു. ഇതിൽ പറയുന്ന ഒരു ടീച്ചറെ കുറിച്ച് കുറ്റമൊന്നും അല്ലാട്ടോ ഞാൻ പറയണത്. പക്ഷെ ഞാനിത് പറയുവാണ് എന്തായാലും. ടീച്ചർ ഞങ്ങൾ അന്ന് ഉണ്ടായിരുന്ന 8E ബാച്ച്, ഈ ബാച്ചിലെ കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങളുടെ ക്ലാസ് ടീച്ചറും അല്ല. പക്ഷെ എനിക്ക് ആ സിറ്റുവേഷൻ ഞാൻ ഓർക്കുന്നത്, എനിക്കത് കറക്റ്റായിട്ട് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നതാണെന്ന് തോന്നുന്നു ടീച്ചർ. ആയിരുന്നു ഈ ഒരു കാര്യത്തിന്റെ ചുമതല ടീച്ചറുടെ കയ്യിലായിരുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ എന്തോ ആണ്. കാരണം ടീച്ചറാണ് ഈ കാര്യം ഒന്ന് ചോദിച്ചത് നമ്മളോട്. അല്ല, സ്കൂളിൽ വർക്ക് ചെയ്ത ടീച്ചറാണ്, നമ്മൾ കണ്ടിട്ട് നമുക്ക് ടീച്ചർ അറിയാം. പക്ഷെ അങ്ങനെ ടീച്ചർ വന്നു. ടീച്ചർ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ടെൻഷനായി. കാരണം സാധനം കൊണ്ടുവന്നിട്ടില്ലല്ലോ, നമ്മുടെ കയ്യിലില്ല. ആയിട്ട് വന്ന് ടീച്ചർ ചോദിച്ചപ്പോ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. അതെനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ മറന്നു ടീച്ചർ എന്ന് പറഞ്ഞ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് ആ ഇൻസിഡന്റ് ഇപ്പോഴും എൻ്റെ ഈ കണ്ണിൽ കറക്റ്റ് അതിങ്ങനെ കാണാം. സ്വാഭാവികമായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും ഒരു ടീച്ചർ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ടീച്ചർ അത് ഹാൻഡിൽ ചെയ്തത് എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു. ഭയങ്കരമായിട്ട്. അത്രയും സ്റ്റുഡൻസ്, അത്രയും എൻ്റെ ക്ലാസ്മേറ്റ്, എൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ട് ടീച്ചർ എന്നെ വടിയെടുത്ത് എൻ്റെ കയ്യിൽ ഒരു അടി തന്നു. സംഭവം 8ാം ക്ലാസ് നടന്നൊരു കാര്യമാണ്. സ്വാഭാവികമായി നടക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അന്ന് എനിക്കുണ്ടായ ഒരു വിഷമം, അത് ഞാൻ എങ്ങനെ അത് ഫേസ് ചെയ്തു എന്ന് എനിക്കറിയില്ല. കാരണം അത്രയും പേര് ഞാൻ തെറ്റ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ടീച്ചർക്ക് എന്നെ വഴക്ക് പറയായിരുന്നു. അതിങ്ങനെ നീ എന്തുകൊണ്ട് കൊണ്ടുവരണമെന്ന് അറിയില്ല, ഇത്ര ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് ടീച്ചർക്ക് എന്നോട് പറയായിരുന്നു. ടീച്ചർ അത് പറഞ്ഞില്ല. ടീച്ചർ വടിയെടുത്ത് എൻ്റെ കയ്യിൽ ഒരു അടി തരിക ചെയ്തത്. ഞാനാണെങ്കിൽ ക്ലാസ്സിൽ അങ്ങനെ അധികം മോശം കുട്ടിയൊന്നും അല്ല. നമ്മുടെ ക്ലാസ്സിൽ ആരും അങ്ങനെ മോശപ്പെട്ട ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരു ആവറേജ് സ്റ്റുഡൻസ് ആയിരുന്നു. എല്ലാവരും ആവറേജ് സ്റ്റുഡന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പഠിക്കാൻ മോശം അങ്ങനെയും അല്ല, മോശം കുട്ടിയല്ല. മീൻസ് അടിക്കാനും മാത്രമുള്ളൊരു എന്താ പറയാ, അടിക്കാൻ വെച്ചാൽ അങ്ങനെ തെറ്റ് ചെയ്താലല്ലേ നമ്മൾ അടിക്കുക. ടീച്ചേഴ്സൊക്കെ നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴല്ലേ നമ്മൾ ശകാരിക്കുകയും അല്ലെങ്കിൽ നമ്മളിങ്ങനെ പണിഷ്മെന്റ് ഒക്കെ തരുന്ന അങ്ങനെ. പക്ഷെ ഇത് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് അങ്ങനെ എന്താ പറയാ, തെറ്റല്ലല്ലോ നമ്മൾ ചെയ്തത്, നമ്മൾ മറന്നുപോയി. അത് നമ്മൾ ടീച്ചറോട് പറയുകയും ചെയ്തു, ടീച്ചർ മറന്നുപോയി എന്ന് പറയുകയും ചെയ്തപ്പോൾ ടീച്ചർക്ക് അത്ര ഇമ്പോർട്ടന്റ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ, അത്ര ഈ ഒരു സാധനം കൊണ്ടുവന്നില്ല എന്നുള്ളതിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടീച്ചർക്ക് ഒന്നല്ലേ വീട്ടിലേക്ക് വിളിച്ചു വെച്ചാൽ മതിയായിരുന്നു. കാരണം ഗാർഡിയൻസിന്റെ നമ്പർ നമ്മൾ പിള്ളേരെ കംപ്ലൈന്റ് പറയാൻ മാത്രമല്ലല്ലോ നമ്മൾ സ്കൂളിൽ കൊടുക്കുക, അല്ലേ? നമ്മളിപ്പോ ഇന്ന് വന്നില്ല,
അല്ലെങ്കിൽ ഇന്ന് അറ്റൻഡൻസിൽ സ്വാഭാവികമായിട്ടും കുട്ടികളെ എത്തില്ല എന്നുള്ളത് വിളിച്ചറിയിക്കും, അതുപോലെ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ കംപ്ലൈന്റ് പറയാനല്ലാണ്ട് ഇതും കൂടി പറയായിരുന്നു. കാരണം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ്, അതായത് അന്ന് കൊടുക്കേണ്ട സാധനമാണ്, അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ ടീച്ചർക്ക് ശരിക്കും അത് എൻ്റെ വീട്ടിൽ വിളിച്ച് ചോദിച്ചിരുന്നെങ്കിൽ വീട്ടിൽ പറയുമായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പക്ഷെ അത് ചെയ്തില്ല, ടീച്ചർ എന്നെ അടിച്ചു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ എങ്ങ് പോയി. ഇതിപ്പോ സത്യം പറഞ്ഞാൽ ഒരാൾക്കും അറിയില്ല, ഇവൻ എൻ്റെ ഹസ്ബൻഡിനോ എൻ്റെ ഫാമിലിയിലും ആർക്കും, എൻ്റെ അമ്മോട് പറഞ്ഞ് ഞാൻ ഷെയർ ചെയ്തില്ല എന്നുള്ളതാണ്. ഇത് ടീച്ചർ ഇങ്ങനെ ചെയ്തു. എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. ഞാൻ ഇത് കഴിഞ്ഞ് ടീച്ചർ എന്നെ തല്ലിയത് ഞാൻ ഉടനടി പറഞ്ഞത് എൻ്റെ ബ്രദർ ഇവിടെ പഠിക്കുന്നുണ്ട്, എൻ്റെ ഏട്ടൻ ഇവിടെ പഠിക്കുന്നുണ്ട്, ഞാൻ അവനോട് ചോദിക്കാം, അവൻ ചിലപ്പോൾ അറിയുമായിരിക്കും എന്ന് പറഞ്ഞ് ഞാനങ്ങ് അവിടെ നിന്ന് എനിക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങണമായിരുന്നു. ഞാൻ കരഞ്ഞില്ല, ഞാൻ അവിടെ നിന്ന് കരഞ്ഞില്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ കരഞ്ഞില്ല. ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ക്ലാസ്സിൽ നിന്ന് വേഗം ഇറങ്ങിപ്പോയി. നേരെ അവൻ പഠിക്കുന്ന ക്ലാസ്സിൽ, അവൻ 10E ആയിരുന്നു, അല്ല 10D ആയിരുന്നു പഠിച്ചിട്ടുണ്ടെന്ന ബാച്ച്. എനിക്ക് അതൊക്കെ നല്ല ഓർമ്മയുണ്ട്. നേരെ ഞാൻ അവിടെ ചെന്ന് അവനോട്, അപ്പൊ അവനെ കാണാൻ പറ്റില്ല, അവനെ ക്ലാസ്സിൽ സാറ് എടുത്തോണ്ടിരിക്കുന്നു. സാറ് എനിക്ക് ഓർമ്മയുണ്ട്, സാറ് ക്ലാസ് എടുത്തോണ്ട്. അപ്പൊ ഞാൻ ചെന്ന് പറഞ്ഞു ഇങ്ങനെ, എന്റെ ചേട്ടന്റെ പേര് റിദിൻ, അപ്പൊ റിദിനെ കാരണം നിങ്ങൾ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഇപ്പൊ വിടാൻ പറ്റില്ല, ഇവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കുക, നീ ക്ലാസ് കഴിഞ്ഞിട്ടേ വിടാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യും, പാവം ഞാൻ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനാകെ അപ്പോഴും കരയാൻ പറ്റുന്നില്ല, കരഞ്ഞില്ല. അപ്പോഴും ഞാൻ അങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങനെ അങ്ങ് നിന്നു. അവന്റെ ക്ലാസ് കഴിയുന്നവരെ ഞാൻ വരും, കാരണം എനിക്ക് എന്തായാലും തിരിച്ച് ക്ലാസ്സിൽ പോകണ്ട, അതായത് എന്റെ ക്ലാസ്സിൽ എനിക്ക് തിരിച്ചു പോകണ്ട. കാരണം എനിക്ക് ടീച്ചറെയോ എന്റെ ഫ്രണ്ട്സിനൊന്ന് അവർക്കും ഇത് എന്താ കാര്യം എന്ന് ആർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്തിനാ ടീച്ചർ എന്നെ തല്ലിയത് എന്നുള്ളത് അവർക്കും അറിയില്ല, ആർക്കും അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. ഞാൻ നോർമലായിട്ട് എല്ലാവരും വരുന്നു പോയി. കാരണം റേഷൻ കാർഡ് കൊണ്ടുവന്നില്ല എന്നുള്ള കാരണത്താൽ തല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അതുകൊണ്ട് ഇവരാരും എന്തുകൊണ്ടാണെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ചെന്നു, അല്ല ഞാൻ അവിടെ നിന്ന് ക്ലാസ്സിന്റെ, എൻ്റെ ബ്രദറിന്റെ ക്ലാസ്സിന്റെ ഫ്രണ്ടിൽ നിന്ന് അവൻ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നു. അവൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഏട്ടാ ഇങ്ങനെ ഇതിങ്ങനെ റേഷൻ കാർഡ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പക്ഷെ എടുത്തില്ല, എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല, അപ്പൊ ഞാൻ എടുത്തില്ല. അപ്പൊ അവനും പറയാൻ കൃത്യമായിട്ട് നമ്മളൊന്നും അങ്ങനെ വരുമാനം ഓർത്തു വെക്കുന്നില്ല, ഇതൊന്നും അങ്ങനെ ബോധർ ചെയ്യുന്നൊരു പ്രായമല്ലല്ലോ. സോ അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, അവനും ശ്രദ്ധിച്ചിട്ടില്ല, അവനും അറിയില്ല. അപ്പൊ അവനിങ്ങനെ ഏകദേശമൊക്കെ പറയും, പക്ഷെ അതത്ര ഒരു വലിയൊരു കാര്യമായിട്ടൊന്നും നമ്മളത് എടുക്കുന്നില്ല. അപ്പൊ അവൻ പറഞ്ഞു, ഏകദേശം ഇങ്ങനെയാണെന്ന് തോന്നുന്നു, ഉറപ്പില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കുറച്ച് സമയം നിന്ന് ബെല്ലടിക്കുന്നത് വരെ ഞാൻ അവിടെ നിന്ന് ടീച്ചർ പുറത്തു പോകാൻ വേണ്ടിയിട്ട്, കാരണം എനിക്ക് ടീച്ചറെ ഫേസ് ചെയ്യാൻ വയ്യ. മാത്രമല്ല എന്റെ ഫ്രണ്ട്സിനോടും പറയണ്ടേത്. അതുകൊണ്ട് എനിക്ക് ആകെ, ഞാൻ ശരിക്കൊരു ബിഗ് സീറോ ആയി നിന്നൊരു മൊമെന്റ് ആയിരുന്നു അത്. കാരണം നമ്മുടെ ലൈഫിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ, ഇപ്പം ഞാൻ ഇത് പറയാൻ കാരണം ഞാൻ ടീച്ചറെ ബ്ലെയിം ചെയ്യല്ല, ഇത് ഇന്നും ഞാനത് ഇത്രയും ഓർത്ത് വെക്കണമെങ്കിൽ അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ എന്നെ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും. ഞാനിങ്ങനെ ഓരോ കുട്ടികൾ ഇതുപോലെ ഇങ്ങനെ റാഗിങ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ അധ്യാപകന്മാരുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് ഇങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് കുറെ പേര് ഇങ്ങനെ സൂസൈഡ് ചെയ്യുന്നതും അങ്ങനത്തെ കുറേ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, അതിലൊരാള് ആവേണ്ടിയിരുന്ന ഒരാള് അല്ലെ നമ്മൾ. പക്ഷെ അത് അത്ര ഈ ഒരു കുഞ്ഞൊരു കാര്യം മതി ശരിക്കും നമുക്ക്. എനിക്ക് അന്ന് ഉണ്ടായ ഒരു വിഷമം ഞാൻ ചിന്തിക്കുക, അന്നത്തെ ആ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നമ്മൾ പഠിക്കാൻ മോശമല്ല, എന്നാൽ പഠിത്തത്തിൽ എന്തെങ്കിലും പ്രശ്നം ചെയ്താലും ഓക്കെ, അല്ലാതെ വേറെ എന്തെങ്കിലും കുരുത്തക്കേട് ചെയ്താലും ഓക്കെ, അല്ലെങ്കിൽ ടീച്ചറോട് നമ്മൾ തറുതല പറഞ്ഞു ഓക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിലല്ലേ മാക്സിമം പോയി ടീച്ചർമാർ നമ്മൾ ചീത്ത പറയാ. ഇത് ചീത്തയും അല്ല, ഇത് കൊണ്ടുവന്നില്ല, ഇത് മറന്നുപോയി എന്നൊരൊറ്റ കാരണത്തിന് തന്നെ വടി വെച്ച് ടീച്ചർ അടിച്ചു. അതെനിക്ക് ഭയങ്കര സങ്കടമാണ്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആ ഒരു മൊമെന്റ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണെങ്കിൽ എന്നെ എത്രത്തോളം അത് വിഷമിച്ചിട്ടുണ്ടാവുന്നു ചിന്തിച്ചു നോക്ക്. എനിക്കത് എത്ര പറഞ്ഞാലും തീരില്ല. പക്ഷെ ഇന്ന് ഞാൻ ഇടയ്ക്ക് ഓർക്കാറുണ്ട് ഈ ഒരു കാര്യം. ഞാൻ പറഞ്ഞു അങ്ങനെ ഓരോ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അങ്ങനെ ഓർക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഞാനിത് ഇങ്ങനെ പറയണം എന്നുള്ളതിലേക്ക് എത്താൻ കാരണം, ഞാൻ ഇന്ന് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുമല്ലോ, അപ്പം ടീച്ചറുടെ ഒരു ഫേസ്ബുക്ക് പേജിന്റെ ID ഞാൻ കണ്ടു. അത് ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഫോട്ടോ കണ്ടപ്പോൾ ഓക്കെ ഇത് നമ്മുടെ ടീച്ചറല്ലേ, അങ്ങനെ ഞാൻ ഓർത്തു. അപ്പൊ എനിക്കിങ്ങനെ എന്റെ മൈൻഡിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഈ ഒരു കാര്യം ഇങ്ങനെ, ഈ സംഭവം ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അന്ന് ടീച്ചർ അത്രയും ചെയ്യേണ്ടിയിരുന്നില്ല, ടീച്ചർക്ക് മറന്നുപോയി എന്നൊരു കാര്യമാണ്, ശരിയാണ്, തെറ്റാണ് ഞാൻ ചെയ്തത്, മറന്നുപോയല്ലോ അതുകൊണ്ട്. പക്ഷെ മറവി ആർക്കും സംഭവിക്കാലോ. പക്ഷെ അതിനൊരു പരിഹാരം, അല്ലെങ്കിൽ അതിനൊരു പണിഷ്മെന്റ് ആയിട്ട് നമ്മൾ ആ വടി എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട്, ഇന്നിപ്പോ അത് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ഇത്രയും ചിലപ്പോൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ എനിക്ക് പറ്റുമായിരിക്കും ഇപ്പോ. പക്ഷെ അന്നത്തെ സമയത്ത് നമ്മൾ ആ ഒരു 15-16 വയസ്സുള്ള ഒരാൾക്ക് അതെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നുമില്ല.
ഒരുപക്ഷെ ഇന്നത്തെ ഈ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ ഞാൻ ടീച്ചറെ ഞാൻ തിരുത്തുമായിരുന്നു. ടീച്ചറോട് ഞാൻ അന്ന് പറയായിരുന്നു, ടീച്ചർ ഇങ്ങനെ ആയിരുന്നില്ല. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് ടീച്ചറോട് പറയായിരുന്നു, പക്ഷെ ഞാനത് പറഞ്ഞില്ല കേട്ടോ. ഞാൻ അതിന് ശേഷം ഞാൻ സ്കൂളിൽ പിന്നെ 10th കഴിഞ്ഞു. അതുവരെ ടീച്ചർ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ, അതാണ് ഏറ്റവും വലിയ രസം. നമ്മൾ പഠിപ്പിച്ചിട്ടില്ല ടീച്ചർ. സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറാണ്. അന്ന് എന്തോ അൺഫോർച്ചുനേറ്റ്ലി ടീച്ചർ വന്നതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ടീച്ചർക്ക് അതൊന്ന് ശരിക്കും സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. ഞാനത് എനിക്ക് അത്രയും വിഷമമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ഇന്നും ആ ഒരു മൊമെന്റ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഇത്രയും ഹോണ്ട് ചെയ്ത് നിൽക്കാൻ തന്നെ കാരണം. എനിക്ക് അത്രയ്ക്ക് വിഷമമായിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് വിഷമമുണ്ടായിരുന്നു. ഇന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കണമെങ്കിൽ എന്നെ എന്നെ എത്ര മാത്രം ആ ഒരു സംഭവം വേദനിപ്പിച്ചിട്ടുണ്ടാവും. എന്നെപ്പോലുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും, ഇതുപോലെ ഒരു ഇൻസിഡൻസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. പക്ഷെ എല്ലാവരും അത് ഇങ്ങനെ പറയണമെന്നില്ല, അല്ലെങ്കിൽ ഇതിപ്പോ ഞാൻ പറയുന്നത് ടീച്ചേഴ്സ്, ഇന്നത്തെ ടീച്ചേഴ്സാണ്. ഇപ്പോഴത്തെ ടീച്ചേഴ്സ് ഒന്നും അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു. കുറച്ചുകൂടി എന്താണ് നമ്മുടെ ആ ഒരു ബാച്ചിലെ പോലെ കാരണം ഇത്രയും ജനറേഷൻ കഴിഞ്ഞല്ലോ. പണ്ട് 8ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇപ്പൊ അത്യാവശ്യം ഏജ് ആയില്ലേ. സോ അത്രയും വർഷം ഗ്യാപ്പ് ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ടീച്ചേഴ്സ് അങ്ങനെയല്ല. പക്ഷെ എന്നാൽ കൂടിയും ഞാൻ എന്താ പറയുക, ഒരു സ്റ്റുഡന്റ് ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ ടീച്ചേഴ്സിന്റെ അടുത്ത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ചൂടാവാതെ നമ്മളൊന്ന് കുറച്ചൊന്ന് കേൾക്കാൻ സമയം തരുവാണെങ്കിൽ ചിലപ്പോ ഒക്കെ ഒന്ന് നന്നായി വരുമായിരിക്കും. ചിലപ്പോ അന്ന് ചിലപ്പോൾ ഞാൻ മറന്നുപോയി, ശരിയാണ്. അടുത്ത ദിവസം ചിലപ്പോൾ ഞാനത് ക്ലിയർ ചെയ്യുമായിരിക്കും. ചിലപ്പോൾ പിറ്റേ ദിവസം ഞാൻ കൊണ്ടുവരുമായിരിക്കും. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടാവണം, കൊടുത്തിട്ടുണ്ടാവും. കാര്യം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തായാലും ഉണ്ടാക്കി തന്നെ. പക്ഷെ വീട്ടിലൊന്നും പറഞ്ഞില്ല. എന്താണെന്നറിയില്ല, ഇങ്ങനെല്ലാം എൻ്റെ അമ്മ ഷെയർ ചെയ്യുന്നതാ. പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ല ഇതുവരെ. ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴായിരിക്കും എൻ്റെ അമ്മ പോലും ഇത് അറിയേണ്ടത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ അത് അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അത് അവരവിടെ പ്രശ്നമാക്കുമായിരുന്നു. കാരണം ഈ ഒരു കാര്യത്തിൽ ഇങ്ങനത്തെ എല്ലാം പാടില്ലല്ലോ. അങ്ങനെ ടീച്ചറുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ടീച്ചർക്ക് ചിലപ്പോൾ ഒരു മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ ടീച്ചർക്ക് ചിലപ്പോൾ ആ ഒരു സമയം അങ്ങനെ ആയിരിക്കാം മേ ബി. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ഹാൻഡിൽ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ടീച്ചറെ കുറ്റം പറയില്ല. പക്ഷെ ടീച്ചറെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി, ഒരുപാട് വിഷമമായി. ഞാനത് ഇന്നിപ്പോൾ ഇത് എടുത്ത് പറയാൻ ആരും വിഷമിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആരെയും ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ നമ്മളിങ്ങനെ ആക്ഷേപിക്കാൻ വേണ്ടിയോ ഒന്നുമല്ല ഞാനിത് ഷെയർ ചെയ്യണത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും, അവർക്ക് ഫീൽ ചെയ്യുന്ന കുറെ മൊമെന്റ്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി മയത്തോടു കൂടി ഹാൻഡിൽ ചെയ്യുക, ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് വടി എടുക്കാതെ. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും പേടിയും നമുക്കറിയില്ല. ഇപ്പൊ നമ്മൾ ജനറേഷൻ മാറിയത് കൊണ്ടും സ്കൂളിൽ ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ, കുറെ വ്യത്യാസങ്ങളായിട്ടുണ്ട്. എങ്ങനെയെന്ന് അറിയില്ല. എന്നാൽ കൂടി ഞാൻ പറയാണ്, നിങ്ങളെ കണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളെ ഒബേ ചെയ്താണ് ഞങ്ങളെ പോലുള്ള സ്റ്റുഡൻസ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളാണ് ശരിക്കും നമുക്കുള്ള വഴികാട്ടികൾ. നമ്മൾ ഈ ഒരു ദിവസം നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടി സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ നമ്മുടെ അധ്യാപകരുടെ കൂടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഒരു കാര്യം ഹാൻഡിൽ ചെയ്യുന്നത്, അത് കണ്ടാണ് ഞങ്ങൾ സ്റ്റുഡൻസ് പഠിച്ചിട്ടുണ്ടാവുക. ഇനി വരുന്ന കുട്ടികളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ മൈൻഡിലുള്ള കാര്യം പറയുമ്പോൾ ഇവൻ ഞങ്ങൾ പണ്ട് കളിക്കുമ്പോൾ പോലും ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ടീച്ചേഴ്സ് ആയിട്ടാണ് കളിക്കുക. ഞാൻ ആ ടീച്ചറാണ് കേട്ടോ എന്ന് പറയും. അപ്പൊ അടുത്താൾ നീ ഈ ടീച്ചർ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ടീച്ചറെ ഇമിറ്റേറ്റ് ചെയ്ത് കളിച്ചിട്ടുള്ള ബാല്യം ഉണ്ട് എനിക്ക്. എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ അങ്ങനെ കളിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ കളിച്ചിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസും ഉണ്ട്. ഇപ്പൊ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ പോലുള്ള സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മളെ ഇഷ്ടമുള്ള ടീച്ചേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ടീച്ചേഴ്സിൽ നിന്ന് എന്താണ് കിട്ടുന്നത്, അതാണ് നമ്മളെ ഫസ്റ്റ് നമ്മുടെ പാരന്റ്സിനേക്കാൾ കൂടുതൽ നമുക്ക് ക്യാപ്ചർ ചെയ്യുന്ന അവരെ ആയിരിക്കും. കുറച്ചുകൂടി ബോധത്തോടെയാണ് സ്കൂളിൽ പോകുന്നത്. മറ്റേത് കുഞ്ഞു പ്രായത്തിലാണ്. അപ്പൊ നമ്മൾ അച്ഛൻ അമ്മ എന്നൊക്കെ പഠിക്കുന്ന വാക്കുകളൊക്കെ അവരിൽ നിന്ന് കിട്ടും. ബാക്കിയുള്ള കാര്യം നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു വിദ്യാലയത്തിൽ നിന്ന് കിട്ടുക, അല്ലെങ്കിൽ വിദ്യാലയത്തിലുള്ള അധ്യാപകരിൽ നിന്ന് നമുക്ക് കിട്ടുക. അപ്പൊ അവരെങ്ങനെയായിരിക്കും ഒരു കാര്യത്തെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ സ്റ്റുഡൻസ്, അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന ഇനിയൊരു തലമുറ ഉണ്ടാവുക. അപ്പൊ ഒരിക്കലും ഒരു കാര്യം ഇതിപ്പോ ഞാൻ പറയുന്ന ടീച്ചർക്ക് ഒരിക്കലും ടീച്ചർ അറിയാൻ പോകുന്നില്ല. ടീച്ചർ ആണെന്നുള്ളത് ടീച്ചർക്ക് മനസ്സിലാവാനും പോകുന്നില്ല. കാരണം എന്നെ ഓർക്കുക പോലും ചെയ്തിട്ടുണ്ടാവും. ഇവൻ എന്റെ ക്ലാസ് ടീച്ചർക്കൊക്കെ ചിലപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ഇതിനാന്നൊക്കെ പറയുമ്പോൾ ടീച്ചർക്ക് എന്തായാലും ഓർമ്മ ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ടീച്ചറല്ല, ക്ലാസ് ടീച്ചറല്ല, ഞങ്ങൾ സ്വന്തം ടീച്ചറിനെ പേരൊന്നും ആരുടെയും പറയുന്നില്ല. എന്നിരുന്നാലും എനിക്ക് ബാഡ് ആയിട്ടുള്ള ഒരു സംഭവം എനിക്ക് അന്ന് ആ സ്കൂളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിത് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ അല്ല. എനിക്കുണ്ടായ ഒരു വിഷമം അത് ഇനി വേറൊരു വിദ്യാർത്ഥിയിലേക്കും എത്തരുത് എന്നുള്ളത് മാത്രമാണ്. അത് കുഞ്ഞു പ്രായമാണ്. 8ാം ക്ലാസ് എന്ന് പറയുമ്പോൾ വലിയ എല്ലാ തെറ്റും ശരിയും മനസ്സിലാക്കി സംസാരിക്കാൻ ഉള്ളൊരു പക്വതയൊന്നും ഇല്ലാത്തൊരു പ്രായമാണ്. പക്ഷെ എന്നിരുന്നാലും ആ പ്രായത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഇത്രയും വലിയൊരു വിഷമം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഇപ്പൊ ഞാൻ പറഞ്ഞത് വളരെ ഇത് കേൾക്കുന്നവർക്കും അല്ലെങ്കിൽ ഞാൻ പറയുന്നപ്പോഴും എനിക്ക് ഭയങ്കര
ചിരിക്ക മീൻസ് ഇതെന്താ അങ്ങനെയൊക്കെ തോന്നി നമ്മൾ ഇങ്ങനെ ഇത്രയും വലിയൊരു വിഷമം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആഹ് ഇ ഈ ഇപ്പൊ ഞാൻ പറഞ്ഞത് വളരെ ഇത് കേൾക്കുന്നവർക്കും അല്ലെങ്കിൽ ഞാൻ പറയുന്നപ്പോഴും എനിക്ക് ഭയങ്കര ഒരു ചിരിക്ക മീൻസ് ഇതെന്താ അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു മാറ്റർ ആയിരിക്കാം. പക്ഷെ അന്ന് ആ സമയത്ത് ആ ദിവസം ഞാൻ ഫേസ് ചെയ്തൊരു ട്രോമയുണ്ട്. അതിൽ കൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ എത്രത്തോളം അത് വിഷമമാണ്. കാരണം ഇത്രയും നമ്മൾ നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മളെ ടീച്ചർ തല്ലുക ചെയ്തത്. അപ്പം ടീച്ചറോട് എനിക്ക് വെറുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അത് തോന്നാനുള്ളൊരു ബുദ്ധി ഒന്നും ഉണ്ടായിരുന്നില്ല. ടീച്ചറുടെ പിന്നീട് കുറച്ചുകൂടി എന്താ പറയാ ഒരു 10ാം ക്ലാസ് ഒക്കെ ആയിട്ട് പോയിട്ട് ടീച്ചർ എന്താ അങ്ങനെ അങ്ങനെ ചോദിക്കാനുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ അതിനുള്ളൊരു ബുദ്ധിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നുണ്ട് ശരിക്കും ഞാൻ ചെയ്ത മണ്ടത്തരാണ്. ഞാൻ ശരിക്കും ടീച്ചറെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കണം. അല്ലെങ്കിൽ ടീച്ചറെ പറഞ്ഞ് തിരുത്തണമായിരുന്നു. കാരണം ചിലപ്പോൾ ടീച്ചർക്ക് അത് അപ്പം ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും അത് എപ്പോഴെങ്കിലും ടീച്ചർ അത് ഓർക്കുമായിരുന്നു. ശരിക്കും ഞാനത് ചെയ്യണമായിരുന്നു. ടീച്ചർ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. ഇങ്ങനൊരു ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നല്ലോ. നമുക്ക് പാരന്റ്സിനെ വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ എന്നെ ഒന്നിങ്ങനെ ശാസിച്ച് വിടുകയോ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത്രയും അങ്ങോട്ട് ഇതാവൂലായിരുന്നു. ഇതിപ്പം എന്താ പറയാ ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു ആ ഒരു കുഞ്ഞു പ്രായത്തിൽ ഉണ്ടായിരുന്ന വലിയൊരു ട്രോമ തന്നെയായിരുന്നു എനിക്കത്. ഞാൻ ഇന്ന് ടീച്ചറെ കണ്ടപ്പോഴും ഞാനിത് ആലോചിച്ചു. ഇത് ചെയ്യണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്നുള്ള ഇങ്ങനെ കൺഫ്യൂഷനിലായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു അല്ല ഇത് ചെയ്യണം. കാരണം നാളെ ഇതുപോലെ ഇതിപ്പോ ഒരുപാട് വൈകിപ്പോയി. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഇന്നാണത് അതിനെക്കുറിച്ചൊന്ന് എന്താ പറയാ ഇനിയിപ്പോ ഞാൻ മുന്നൊക്കെ വിചാരിക്കുമ്പോഴും ഇനിയിപ്പോ വിഷമാവോ? പിന്നെ ഞാൻ ഓർത്തു ഒരിക്കലും ടീച്ചർ എന്നെ അറിയാൻ പോകുന്നില്ല. ടീച്ചർ എന്നോട് ചോദിക്കരുത് ആരാണെന്നൊന്നും ഞാൻ ആരാന്നൊന്നും പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതിലൂടെ വേറെ ഒരാളെ മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയാ ജോലീനെ മോശം പറയാനൊന്നും ഞാൻ ആളല്ല. നമ്മള് നമുക്കുണ്ടായ ഒരു വിഷമം ഞാനൊന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ. ടീച്ചറോട് എനിക്ക് ഒരിക്കലും വെറുപ്പില്ല. ഒരിക്കലും ഞാൻ ടീച്ചറുടെ പേര് ഞാൻ പറയില്ല. ഏത് സ്കൂളാണെന്ന് ഞാൻ പറയുന്നില്ല. ഒന്നും ഞാൻ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ആരെയും ഞാൻ അങ്ങനെ മോശപ്പെടുത്താനും അതിന് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ അല്ല ഇത്. ഓക്കെ. ബൈ. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ കുറച്ച് വീഡിയോസ് ഒക്കെ വരാനുണ്ട്. അൽബേനിയ മുന്നിലൊക്കെ പെൻഡിങ് ആണ്. സോ വരും. വരുന്ന ദിവസങ്ങളൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ അപ്പൊ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്തായാലും നമ്മുടെ വീഡിയോസ് എല്ലാം വരും. എല്ലാവരും വെയിറ്റ് ചെയ്യുക. വീഡിയോസിനെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാ സപ്പോർട്ടിനും നന്ദി. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ സോ ഗൈസ് ബൈ ബൈ. ഗുഡ്